ശ്രീ ഫസൽ ഗഫൂർ, പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ലീഗ് അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും നിലവിൽ കാണാനില്ല. കോൺഗ്രസിന് സീറ്റ് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം കേരളത്തിൽ നിന്നാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് സംഭാവനയുള്ളത്. പാർലമെന്റിൽ പോയി നിൽക്കുമ്പോൾ ഒരു സീറ്റെണ്ണം കൂടി കുറയും എന്നുള്ളതാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം. നാളെ നടക്കുന്ന ചർച്ചയിൽ അങ്ങേക്ക് പ്രതീക്ഷയുണ്ടോ? ഇതിലൊരു സമവായം കണ്ടെത്താൻ UDF-ന് കഴിയുമോ? ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. നമ്മുടെ അനൂപ് രാഷ്ട്രീയ നിരീക്ഷകൻ ഫസൽ ഗഫൂർ CPM-ന്റെ ഇതിനെ പറ്റിയിട്ട് ഫസൽ ഗഫൂർ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് നമ്മൾ CPM-ലെ ജാതി വ്യവസ്ഥയെ പറ്റി സംസാരിക്കുമ്പോൾ ഒറ്റ വാക്കിലൊരു മറുപടി വരും, ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിയില്ലേ. യഥാർത്ഥത്തിൽ അതിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് വടക്കേ ഇന്ത്യയിലൊക്കെ പാർട്ടി ഇല്ലാതായത്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് NT രാമറാവു പിന്നോക്ക സമുദായ സംവരണമായിട്ട് വന്നതുകൊണ്ട് എന്നൊക്കെ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള. അതുകൊണ്ട് അത് പറയാത്ത, കാരണം ഇത് വീണ്ടും പറഞ്ഞാൽ അത് തന്നെ അനിൽ പറയാനോട് തെറ്റി. ഞങ്ങൾക്ക് അതൊന്നും ബാധകമല്ലാത്തൊരു കാര്യം, ഞങ്ങൾ ഈ ജാതി മത കാര്യങ്ങളും ഞങ്ങളുടെ രാഷ്ട്രീയ നിർണയത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കാര്യം തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയാതിരുന്നത്, പറയാതിരിക്കാൻ അതിന്റെ സമയം വരുമ്പോൾ ഞാൻ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല ശ്രീ ഫസൽ ഗഫൂർ, നമ്മൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാം ഓരോ വാർഡിലും സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണെന്ന്. എത്ര ജാതി പറയുന്നില്ല എന്ന് പറഞ്ഞാലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായ ജാതി സമവാക്യങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അങ്ങ് പറഞ്ഞോളൂ. അല്ല, ഞാൻ മാധുവിന്റെ കൂടെയാണ് അക്കാര്യത്തിൽ. പക്ഷെ അപ്പുറത്തെ വശത്തുനിന്ന് കക്ഷിയുടെ റിപ്ലൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ സ്ഥിതി വിവര കണക്കുകൾ വെച്ച് കാര്യങ്ങൾ വഷളൊക്കെ ഉണ്ടെന്നുള്ള നിൽക്കാം. അപ്പോൾ തിരിച്ച് നമുക്ക് വരാം. നാളെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. മീറ്റിംഗിൽ ഞാൻ ഇന്ന് തന്നെ ET മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവന ഉണ്ടായിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഇല്ല എന്നുള്ളത്. ലീഗ് ഇപ്പൊ എന്താ പറ്റിയിരിക്കുന്നത്? ലീഗ് നീട്ടി എറിഞ്ഞിരിക്കുകയാണ്. ഇനി എറിഞ്ഞോടത്തുനിന്ന് ലീഗ് അങ്ങനെ തിരിച്ചു വരും. മാത്രമല്ല, പൊതുവെ തന്നെ ഞങ്ങളെ ഈ മുസ്ലിം സംഘടനകളുടെ ഒക്കെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുമല്ലോ. പൊതുവെ മുസ്ലിം സംഘടനകൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്. അതായത് ഇത് ലീഗിന് കൊടുക്കേണ്ടതാണ്. അതിന്റെ അർത്ഥം അവർ ഫുള്ള് ലീഗിന്റെ ആൾക്കാരല്ലതാനോ. അവരിൽ പലരും CPM-ആയിട്ടൊക്കെ തന്നെ ബന്ധമുള്ളവരാണ്, കോൺഗ്രസ്-ആയിട്ട് ബന്ധമുള്ളവരാണ്. പക്ഷെ അവർ പറഞ്ഞതൊരു അന്യായം. അവർ കാണുന്നത് മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന ഒരു അന്യായമായിട്ടാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൊത്തം സീറ്റുകളുടെ എണ്ണം എടുക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിന് അതിന്റെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സീറ്റ് കൊടുത്തിട്ടില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. കേന്ദ്രമന്ത്രി സ്ഥാനം നമ്മൾ EAMനെ പറ്റി പറഞ്ഞു അനൂപ്. ഞാൻ ചോദിക്കട്ടെ അനൂപ്, കോൺഗ്രസ് VA സെയ്ദ് മുഹമ്മദ് 1975-ലോ 76-ലോ, റഹീം 1981-ല്, ഇത് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് എത്ര പേര് കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ടായിട്ടുണ്ട്? മുസ്ലിമുകൾ ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം CPM കൊടുത്തുന്ന അങ്ങനെ ഇല്ല. ഞാൻ ആ നിലക്കല്ല പറയുന്നത്. CPM കൂടുതൽ കൊടുക്കുന്നില്ല, CPM അംഗീകരിച്ചിട്ടില്ല, അത് വിട്ടേക്ക്. അപ്പോൾ നാളെ തീർച്ചയായിട്ടും ഇപ്പൊ ഇത്രയും പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നിപ്പോ എല്ലാ ചാനലുകളിലും ഇത് ചർച്ച ചെയ്തിരിക്കുന്നത്, മീഡിയ ഇത് ഏറ്റെടുത്തിരിക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾ. ഇന്നിപ്പോ KVS ഹരിദാസ് പറഞ്ഞിട്ടുണ്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കുന്നു BJP-യുടെ. അതേസമയം ഇന്നലെ TG മോഹൻദാസ്, അതും BJP-യുടെ തന്നെയാണ്, അദ്ദേഹം RSSന്റെ താത്വികന്റെ ആചാര്യനാണ്. അദ്ദേഹം ഇന്നലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് അദ്ദേഹം ചെയ്തുകൊണ്ട് ചാനലിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലീഗ് മാന്യന്മാരുടെ മറ്റേ എന്താ പറയാ തറവാടികളുടെ പാർട്ടിയാണെന്നും അവർക്ക് അർഹതപ്പെട്ടതാണ് 3 സീറ്റെന്നും. അപ്പൊ ഇന്നിപ്പോ കേരളത്തിൽ മുഴുവൻ ചർച്ച. ഇനി ഇത് എന്ത് പറഞ്ഞിട്ടാണ് ലീഗ് പുറകോട്ട് പോവുക? പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ വളരെ ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിൽ കാണുന്നുണ്ട്. കോൺഗ്രസുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ അവർ വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ മുസ്ലിം സമുദായം വേറെ രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കോൺഗ്രസ് ഉള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം മെച്ചങ്ങളൊക്കെ കിട്ടിയത്. സച്ചാർ കമ്മീഷൻ, അല്ലെങ്കിൽ അയോധ്യയുടെ വിഷയം, അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ. ലീഗിൽ 2 തരത്തിലുള്ള ചിന്തകളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. CPM-നൊപ്പം പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ഘടകമുണ്ട് അവിടെ. ഒന്ന്, കേന്ദ്രത്തിലുള്ള ഭരണനഷ്ടം, തുടർച്ചയായ സംസ്ഥാനത്തിലുള്ള ഭരണനഷ്ടം, ഭരണപക്ഷത്തല്ലാതെ തുടർച്ചയായി 10 വർഷം നിൽക്കേണ്ടി വരുന്ന സാഹചര്യം, ലീഗിന്റെ സാമുദായിക താല്പര്യങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന ചില സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെ പ്രകടമാണ് അവിടെ. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ വിഭാഗം CPM-ലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എന്നത് ശരിയാണോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം KM ഷാജിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഈ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട ഒരു തെളിവുമില്ലാത്ത ഒരു ആരോപണം, വലിയ ചർച്ചയായി. അതൊക്കെ CPM-നോടുള്ള അന്തർധാര ഒരിക്കലും ശരിയാവുന്നതല്ല, CPM-നോടുള്ള ഐക്യം ഒരിക്കലും ശരിപ്പെട്ടു പോകുന്നതല്ല എന്നുള്ള തുറന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ്, യുദ്ധം വിളിയാണ്. ഇങ്ങനെ 2 ചേരികൾ ലീഗിലുണ്ട്. അല്ല, അത് സൈദ്ധാന്തികമായിട്ടൊരു വിഷയത്തെ പറ്റിയിട്ടാണ് ലീഗിൽ ചേരിയുള്ളത്. ഒന്ന്, പാരമ്പര്യമായിട്ട് അവരുടെ ബന്ധമുള്ള കോൺഗ്രസ് ആയിട്ട് ചേരണമോ അതോ അതിൽ ഞാൻ പറഞ്ഞില്ല, ഷാജി മാത്രമൊന്നുമല്ല, MK മുനീർ, ഷാജി,
തുടങ്ങിയിട്ട് ഒരുപാട് ET മുഹമ്മദ് ബഷീർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ CPM ആയിട്ട് ബന്ധം പാടില്ല എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. ഏകദേശം 2 ഗ്രൂപ്പ് ഉണ്ടാവും നമുക്ക്. അതൊന്നും ലീഗിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയില്ലല്ലോ. എന്നാൽ കൂടിയിട്ട് മറ്റൊരു വിഭാഗം ആൾക്കാർക്ക് ഒരു അഭിപ്രായമുണ്ട്. ഒരുപാട് രാഷ്ട്രീയ, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിൽ CPM എടുത്തിട്ടുള്ള നയങ്ങൾ, ഇപ്പോൾ കാശ്മീരിന്റെ കാര്യം, യൂണിഫോം സിവിൽ കോഡ്, അല്ലെങ്കിൽ അയോധ്യയുടെ വിഷയം, പാലസ്തീന്റെ വിഷയം, ഇതിലൊക്കെ CPM സ്കോർ ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ എന്നുള്ള ഒരു തോന്നൽ കുറച്ച് ആൾക്കാർക്കുണ്ട്. അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയായാലും അത് പാണക്കാട് സാധിക്കൽ തങ്ങൾ എന്താണ് തീരുമാനം എടുക്കാൻ പോകണം, ആ തീരുമാനം അനുസരിച്ചിട്ട് പാർട്ടിയുടെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് പോവുള്ളൂ. അത് തങ്ങളായിരിക്കും അതിനെപ്പറ്റി തീരുമാനം എടുക്കേണ്ടത്. ശരി, ഒറ്റ കാര്യം കൂടി ശ്രീ ഫസൽ ഗഫൂർ, അതായത് 3 സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഗ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകാത്തൊരു കാര്യമാണ് എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് പറയാം. UDF-ൽ നിന്നുകൊണ്ടല്ലേ ഇങ്ങനെ വിലപേശാൻ കഴിയുള്ളൂ. ഒറ്റയ്ക്ക് മത്സരിച്ച് LDF-മായി ഒരു വിലപേശലിന് പോയാൽ ഈ പറയുന്ന 3 സീറ്റ് നടക്കുമ്പോൾ അവിടെ CPI നിൽക്കുന്നുണ്ട്, കേരള കോൺഗ്രസിന്റെ വിഭാഗം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇനി ലീഗിനും കൂടെ ഈ പറയുന്ന 3 സീറ്റ് കൊടുക്കാൻ നിന്നാൽ CPM-ന് സീറ്റില്ല. അങ്ങനെയല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടിയാണ്. അപ്പൊ രാഷ്ട്രീയമായിട്ട് എന്ത് ഗുണം കിട്ടണോ അതിനനുസരിച്ച് അതിന്റെ അണികൾ നിൽക്കും. അപ്പൊ നാളെ തീരുമാനിക്കാൻ ഞാൻ ചോദിക്കട്ടെ, 1967 ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഈ മുസ്ലിം ലീഗിനെ, ഈ വിമോചന സമരം അടക്കമുള്ള എല്ലാ കാലഘട്ടത്തിലും CPM എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ കൂടെ ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ 2 മന്ത്രിമാരെ കൊടുക്കുകയും മലപ്പുറം ജില്ല ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റിയിട്ട് നമുക്ക്